ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th CBSE മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ 1.1-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. അല്ലേ, നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിനെ എന്താണ് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. എന്താണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ അവയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറും എന്താ 1ഉം മാത്രമായിരിക്കും അല്ലേ. ഫാക്ടേഴ്സ് ആർ 1 ആൻഡ് itself. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1ന്റെ ഫാക്ടേഴ്സ് എന്ത് വരും? 1ഉം 2ഉം മാത്രം വരും. 3യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1ഉം 3ഉം മാത്രം. അപ്പോൾ ഏത് നമ്പർ തന്നാലും ആ നമ്പർ 1ൻ്റെയും ആ നമ്പറിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മാത്രമേ വരത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 × 2 2 അല്ലേ. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മാത്രമേ 2 ഉള്ളൂ അല്ലേ. 2 × 1 2. 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മാത്രമേ 2 ഉള്ളൂ അല്ലേ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം കുറച്ച് പ്രൈം നമ്പേഴ്സോ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഓർത്ത് വച്ചേക്കുക. 2 3 5 7 11 13 17 19 21 23. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പ്രൈം നമ്പേഴ്സ് ആദ്യം എഴുതി വെക്കുന്നത്. ഒരു 25 പ്രൈം നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്പർ 140. 140 നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യണം. ഫസ്റ്റ് 2 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പം ഇവിടെ ഈവൻ നമ്പേഴ്സ് വരുവാണെങ്കിൽ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ. അപ്പം 2 വെച്ച് ചെയ്തു 7 17. 2 വെച്ച് ചെയ്താൽ 3 5 2s are 10. അപ്പം 5 വെച്ച് ചെയ്യാം 7 എന്താ ഒരു പ്രൈം നമ്പറാണ് അല്ലേ. അപ്പോൾ 7 1 മാത്രമേ പറ്റത്തുള്ളൂ. സോ 140 നമുക്ക് കിട്ടി. 2 × 2 × 5 × 7. 2 2 ഉണ്ടായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2² × 5 × 7. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന നമ്പർ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കിട്ടി. 2 ഒരു പ്രൈമാണ്, 5 ഒരു പ്രൈമാണ്, 7 ഒരു പ്രൈമാണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 156നെ ഫാക്ടറൈസേഷൻ ചെയ്യുക. ഇവിടെ ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 7 2s are 14. ഇവിടെ റിമൈൻഡർ 1 വരും 16. 8 2s are 16. അഗെയിൻ 2 വെച്ച് ചെയ്താൽ 3 2s are 6. 1 വരും 90. നമ്മൾ 3 വെച്ച് ചെയ്യാം. 1 3s are 3. 3 3s are 9. 13 എന്താ? ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ. അപ്പൊ 13ഉം 1ഉം മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ 2 × 2 × 3 × 13. 2 × 2 നമുക്ക് എങ്ങനെ എഴുതാം? 2² × 3 × 13. അപ്പൊ നമുക്ക് എന്താണ് 156നെ പ്രൈം നമ്പേഴ്സ് 2 ഒരു പ്രൈമാണ്, 3 ഒരു പ്രൈമാണ്, 13 ഒരു പ്രൈമാണ്. അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3825. 3825നെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഈവൻ നമ്പർ അല്ല അല്ലേ, ഈവൻ അല്ല. അപ്പൊ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് നോക്കാൻ വേണ്ടിയിട്ട് 3 + 8 + 2 + 5 നോക്കുക. എത്ര കിട്ടും? 18 കിട്ടും അല്ലേ. ഈ 18 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ടോ നോക്കുക. ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. കിട്ടുന്ന സമ്മ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 2 6. അപ്പം 2 വരും. 7 3s are 21. 15 ആവും അല്ലേ. 5 3s are 15. വീണ്ടും നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റും. 4 3s are 12. 2 3s are 6. റിമൈൻഡർ 1 വരും 5.
ഇനി നോക്കുക 4 + 2 + 5 നോക്കുക എന്ത് കിട്ടും 11 വരും അല്ലേ. അപ്പം നമ്മൾ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല. നെക്സ്റ്റ് 5 ചെയ്ത് നോക്കുക. 5 എന്തായാലും വരും. എന്താ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എൻഡിങ് 5ഉം 0 മാത്രമേ വരത്തുള്ളൂ അല്ലേ. അപ്പം 8 5s are 42 വരും 5. ഇനി എളുപ്പമായി ചെയ്യാൻ അല്ലേ. 85നെ 5 വെച്ച് ചെയ്യുമ്പോൾ 1 5s are 5. ഇവിടെ 3 വരും. 7 5s are 35. 17 എന്താ ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ. അപ്പം 17 × 1 മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം 3825നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3 × 3 × 5 × 5 × 17. 2 3 ഉണ്ടായതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം 3² × 2 5 ഉണ്ടായതുകൊണ്ട് 5² × 17. കിട്ടിയില്ലേ. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ എന്തായിട്ട് നമ്മൾ എഴുതി പ്രൈമുകളുടെ പ്രോഡക്റ്റ്. 3 ഒരു പ്രൈമാണ്, 5 ഒരു പ്രൈമാണ്, 17 ഒരു പ്രൈമാണ്. അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5005. എങ്ങനെ ചെയ്യാൻ നോക്കിയേ 5005 5 വെച്ച് ചെയ്യാം അല്ലേ. 1 0 0 1. അഗെയിൻ ഇതിനെ 2 വെച്ച് പറ്റത്തില്ല, 3 വെച്ച് പറ്റില്ല, 5 വെച്ച് പറ്റില്ല, 7 വെച്ച് നോക്കാം കിട്ടുമോ ഇല്ലയോ. അപ്പം 1 7s are 7. അപ്പം ഇവിടെ 30 വരും. സോറി 30 വരും. 30 വന്നിട്ട് 4 അപ്പം 28 അല്ലേ. 28 വരുമ്പോൾ ഇവിടെ 2 വരും. അപ്പം കിട്ടി അല്ലേ 3. ഇനി 143. 143യെ 7 വെച്ച് പറ്റുമോ 3 വെച്ച് പറ്റില്ല, 5 വെച്ച് പറ്റില്ല, 7 വെച്ച് പറ്റുമോ നോക്കാം. 143 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരുവാണെങ്കിൽ ആ നമ്പർ വെച്ച് ചെയ്യാൻ പറ്റും. 2 7s are 14 പറ്റില്ല. ഇനി 143യെ നമുക്ക് നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാ 11. 7 കഴിഞ്ഞാൽ 11 വെച്ച് ചെയ്താൽ 1 11 3 33 കിട്ടുമല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം 11 വെച്ച് ചെയ്യുന്നു 30. 13 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 1ഉം 13ഉം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 5 × 7 × 11 × 13. 5 ഒരു പ്രൈമാണ്, 7 ഒരു പ്രൈമാണ്, 11 ഒരു പ്രൈമാണ്, 13 ഒരു പ്രൈമാണ് അല്ലേ. അപ്പം നമുക്ക് തന്ന നമ്പർ ക്വസ്റ്റ്യനിൽ തന്ന നമ്പറിനെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. നെക്സ്റ്റ് 7429. 7429നെ നമുക്ക് എന്ത് ചെയ്യാം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 7429 ഓക്കെ. 2 വെച്ച് പറ്റില്ല, 3 വെച്ച് പറ്റുമോ നോക്കാൻ എന്ത് ചെയ്യണം 7429നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക 3 വെച്ച്. അപ്പം എന്ത് കിട്ടും 2 6 14 4 3s are 12. റിമൈൻഡർ എന്ത് വരും 2. ഈ 2നെ താത്തിറക്കുമ്പോൾ 2. അപ്പോൾ 7 21 കിട്ടില്ല അല്ലേ 19 വരും പറ്റത്തില്ല. 7429നെ 3 കഴിഞ്ഞാൽ 5 വെച്ച് എന്തായാലും പറ്റത്തില്ല. അപ്പോൾ 7429നെ നമുക്ക് നെക്സ്റ്റ് നമ്പറായ 7 വെച്ച് ചെയ്ത് നോക്കാം. 7 വെച്ച് ചെയ്യുമ്പോൾ 1 7 42 0 വരും അല്ലേ. 42 ആക്കും 6 42 പറ്റില്ല. റിമൈൻഡർ 9 വരും പറ്റില്ല. ഇനിയും 7429നെ നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാ 11 വെച്ചൊന്ന് ചെയ്ത് നോക്കാം കിട്ടുമോ 6 66 8 82 പറ്റില്ല, അതും കിട്ടത്തില്ല. റിമൈൻഡർ വരും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 വന്നാൽ മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. 11 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ എന്താ 13 വെച്ചൊന്ന് ചെയ്ത് നോക്കാം. 7429 ഓക്കെ. 13 × 2 എന്ത് വരും 6 26. 13 × 3 9 39. 13 × 4 252. 13 × 5 565. 13 × 6 എന്ത് വരും 878. ഇത്രയും വെച്ചൊന്നിട്ട് ചോദിക്കാം. ഫസ്റ്റ് 74 ആണല്ലേ. അപ്പോൾ 5 വെച്ച് 65 ഓക്കെ. അപ്പോൾ എത്ര വരും 9 2. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യണം. 13 × 7 എന്ത് വരും
91 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 791. ഓ, റിമൈൻഡർ വന്നു, അപ്പോൾ ചെയ്യാൻ പറ്റില്ല. 13ഉം പറ്റില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യാം? 17 വെച്ച് ചെയ്ത് നോക്കാം. 7429 നമ്മൾ എന്ത് ചെയ്യും? 17 വെച്ച് ചെയ്ത് നോക്കും. അപ്പോൾ 17 ഇൻറ്റു 2 എന്ത് വരും? 434. 17 ഇൻറ്റു 3 എന്ത് വരും? 151. 17 ഇൻറ്റു 4 എന്ത് വരും? 8, 68. 17 ഇൻറ്റു 5, 585. 17 ഇൻറ്റു 6, 210. ഓക്കെ, അപ്പം 74 അല്ലേ ഫസ്റ്റ്? 4 വെച്ച് ചെയ്ത് നോക്കുമ്പം 68. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 6, 2, റിമൈൻഡർ 62. അപ്പോൾ 3 വെച്ച് നോക്കുമ്പം 51. 51 വരുമ്പം ലെസ് ചെയ്യുമ്പോൾ 1, 1. 9 താത്തിറക്കുമ്പം എത്ര വരും? 119. അപ്പോൾ ഒന്നും കൂടി ചെയ്ത് നോക്കണം. 17 ഇൻറ്റു എന്ത് വരും? 7. 49, 4, 7 + 4, 11. കിട്ടിയല്ലോ. അപ്പം നമുക്ക് എന്തെഴുതാം? 71190. ഓ, എത്ര ചെയ്തിട്ടാണ് കിട്ടിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. ചെറിയ നമ്പേഴ്സ് വെച്ച്, അതായത് 2 വെച്ച് ചെയ്യുക, 3 വെച്ച്, 5, 7, 11, 13, 17, 19 ഇങ്ങനെ ചെയ്ത് നോക്കുക. 2 വെച്ച് കിട്ടുമോ? ഇല്ല. 3 വെച്ച് കിട്ടുമോ? ഇല്ല. 5 വെച്ച് അങ്ങനെ വന്ന് നമുക്കിപ്പോൾ എവിടെ എത്തി? 17-ലെത്തി അല്ലേ? അപ്പോൾ 17 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 437. ഓക്കെ, അപ്പോൾ 437 നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാം അല്ലേ? 437 2 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 വെച്ച് പറ്റുമോ നോക്കാം. 437. 437 ചെയ്യുമ്പോൾ 3, 1, 3, 1, 3, 2, 12, 117. റിമൈൻഡർ അപ്പോൾ പറ്റില്ല. ഓക്കെ, 437 നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 5 ആണ്. 5 വെച്ച് പറ്റത്തില്ല. 7 വെച്ച് പറ്റുമോ നോക്കാം. 642. റിമൈൻഡർ വരും, പറ്റില്ല. ഇനി 437 11 കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം. 333 അല്ലേ? 107. അതും കിട്ടില്ല, റിമൈൻഡർ വരും. 19 വെച്ച് ചെയ്ത് നോക്കിയാലോ? 437 19 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം 19 ഇൻറ്റു 2, 9 2s are 18, 38. 19 ഇൻറ്റു 3 എന്ത് വരും? 7, 57. 19 ഇൻറ്റു 4, 76. ചെയ്ത് നോക്കാം. 43 അല്ലേ? അപ്പം 2 വരും അല്ലേ? 38. അപ്പം എന്ത് വരും? 57 താത്രയ്ക്ക് 7 കിട്ടും അല്ലേ? അപ്പോൾ 357. റിമൈൻഡർ 0 വന്നു. ഓ അല്ലേ? അപ്പം നമുക്ക് 19 വെച്ച് ചെയ്തു, 23 കിട്ടി. 23 എന്താ? ഒരു പ്രൈം നമ്പർ ആണ്. അപ്പം 1 ഇൻറ്റു 23 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പം കുറേ നമ്പേഴ്സ് ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്ത്, അതായത് നമുക്ക് പ്രൈം നമ്പേഴ്സ് വെച്ച് മാത്രമേ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയത് 17 ഇൻറ്റു 19 ഇൻറ്റു 23 കിട്ടിയല്ലോ. 17 എന്താ? ഒരു പ്രൈം നമ്പറാണ്. 19 ഒരു പ്രൈം നമ്പറാണ്. 23 ഒരു പ്രൈം നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് തന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമേ ഉള്ളൂ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.